2 വർഷത്തെ ലിവിംഗ് റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് കഴിഞ്ഞ ദിവസമാണ് ജിഷിൻ മോഹനും അമയ നായരും വിവാഹിതരാകുന്നത്. ഗുരുവായൂരിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ ഇരുവരുടെയും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത്. വിവാഹം സിമ്പിളാകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹമെന്ന് പറയുകയാണ് ഇരുവരും ഇപ്പോൾ. വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇവരുടെ തുറന്നു പറച്ചിൽ. ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ കമൻ്റായി വന്നാൽ അതൊരു മാനസിക വിഷമവും ഫ്രസ്ട്രേഷനുമൊക്കെ ഉണ്ടാക്കും. കഴിഞ്ഞ 2 വർഷം ഒരുമിച്ച് ജീവിക്കാൻ വിവാഹത്തിൻ്റെ ആവശ്യമില്ലായിരുന്നുവെങ്കിൽ ഇനി അങ്ങോട്ടും ആവശ്യമില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ കംഫർട്ടൊക്കെ നിലനിൽക്കണമെങ്കിൽ അങ്ങനെയൊരു ചടങ്ങ് നടത്തണം. അതുകൊണ്ട് ഞങ്ങൾ വിവാഹം ചെയ്തു. എന്നിട്ടും നെഗറ്റീവ് പറയുന്ന ടീംസുണ്ട്. ഇത്രയും നാൾ ഞങ്ങൾ വിവാഹം കഴിക്കാത്തതിനെയാണ് കുറ്റപ്പെടുത്തിയതെങ്കിൽ ഇപ്പോൾ ഇത് എത്ര കാലം മുന്നോട്ട് പോകാനാണ് എന്ന തരത്തിലാണ് കമൻറ്റുകൾ. ആ കൂട്ടത്തിൽ ഒരാളിട്ട കമൻറ്റ് ഇഷ്ടപ്പെട്ടു. പഠിച്ചില്ലല്ലോ അവൻ കെട്ടിയില്ലേ എന്നായിരുന്നു കമൻറ്റ്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇവൻ ഇവളെയും കളഞ്ഞിട്ട് പോകുമെന്നായിരുന്നു തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ കേട്ട കമൻറ്റ്. അവരോടായി പറയുന്നു, 2 വർഷം ഒരുമിച്ച് താമസിച്ചതിന് ശേഷം വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചതെന്ന് അറിയിക്കുന്നു. ലിവിംഗ് റിലേഷനിൽ നിന്ന് പരസ്പരം മനസ്സിലാക്കിയ ശേഷം വിവാഹം കഴിച്ചാൽ മതി. ജീവിതം വെച്ച് കളിക്കുമ്പോൾ പറ്റുമോ എന്ന് തോന്നിയാൽ മാത്രം വിവാഹം കഴിച്ചാൽ മതി. 2 വർഷത്തിനിടെ അടിയും വഴക്കുമെല്ലാം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെന്നും ഇരുവരും പറഞ്ഞു. ദേഷ്യം വന്ന ജിഷിനെ സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ബിഗ് ബോസ് കണ്ടവർക്ക് അതറിയാമായിരിക്കും. എല്ലാവർക്കും പോസിറ്റീവും നെഗറ്റീവുമുണ്ട്. ജിഷിൻ ചേട്ടൻ ദേഷ്യപ്പെടുമ്പോൾ എനിക്കിത് സഹിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയും. ദേഷ്യം വന്നാൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ലെന്നാണ് ചേട്ടൻ പറയാറ്. അങ്ങനെയായാൽ പറ്റില്ല. അറിയണമെന്ന് ഞാനും പറയും. ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ സ്വയം നിയന്ത്രണമാണ് എല്ലാവർക്കും വേണ്ടത്. എനിക്ക് ദേഷ്യം വരുന്നത് പീരിയഡ്സ് ടൈമിൽ മാത്രമാണ്. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ജിഷിൻ ചേട്ടൻ തന്നെയാണ് ബിഗ് ബോസിൽ നിന്നും വന്നതിന് ശേഷം പറഞ്ഞതെന്നും അമയ പറയുന്നു. എന്തൊക്കെ തല്ലും വഴക്കും ഉണ്ടായാലും ഞാൻ ഇവളെ വിട്ടു ഇവൾ എന്നെ വിട്ടും പോകില്ലെന്ന് ബോധ്യമായതിന് ശേഷം ഞങ്ങൾ വിവാഹിതരാകുന്നത്. ബിഗ് ബോസിൽ വെച്ച് അമയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ കൂടിയാണ്. കണ്ടൻ്റാക്കാൻ വേണ്ടിയല്ല. ആഗ്രഹമായതുകൊണ്ടാണ്. ഇതിലും സിമ്പിളായി വിവാഹം നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നത്. സമയം നോക്കിച്ചപ്പോൾ അവരാണ് ഗുരുവായൂരിൽ വെച്ച് വേണം വിവാഹം നടത്താമെന്ന് പറഞ്ഞത്. അത് അങ്ങനെയേ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. വിളിക്കാനാണെങ്കിൽ കുറേ പേരെ വിളിക്കേണ്ടി വരും. അതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് ആരെയും ക്ഷണിച്ചില്ല. പക്ഷേ ചിലരൊക്കെ പറഞ്ഞു ഏറ്റവും അടുപ്പമുള്ള ചില കുടുംബാംഗങ്ങൾ മാത്രമാണ് വിവാഹത്തിന് വന്നത്. സിറ്റുവേഷൻഷിപ്പായിരുന്നു ഞങ്ങളുടേതെങ്കിലും മുതലെടുക്കാൻ വേണ്ടി ഒന്നിച്ച് നിന്നവരല്ലെന്നും ഇരുവരും പറഞ്ഞു. ഇരുവരുടെയും 2ാം വിവാഹമാണ്. ജിഷിൻ്റെ ആദ്യ വിവാഹം സീരിയൽ താരം ഭരതിയുമായിട്ടായിരുന്നു. ഇരുവർക്കും ഒരു മകനുമുണ്ട്. 4 വർഷം മുമ്പാണ് ഇരുവരും വേർപിരിഞ്ഞത്. പിന്നീട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ ജിഷിൻ ലഹരിക്ക് അടിമയായിരുന്നു. അതിൽ നിന്നെല്ലാം നടനെ പുറത്തു കൊണ്ടുവന്നത് അമയ തന്നെയാണ്. അമയുടേതും 2ാം വിവാഹമാണ്. ആദ്യ വിവാഹത്തിൽ 2 കുഞ്ഞുങ്ങളും നടിക്ക് ഉണ്ട്.